ഇതാ കണ്ടില്ലേ, ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ട്. ഹലോ, ഞാൻ വിഷ്ണുവാണ്. ട്രിവിയൻ ഫുഡ് മാസ്റ്റേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ തയ്യാറാക്കാൻ പോകുന്നത് 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ഐറ്റമാണ്. അതായത് ചക്കപ്പഴം വെച്ചിട്ടുള്ളൊരു ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതായത് ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു 2 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ച 200 ഗ്രാം പച്ചരിയും അതുപോലെ തന്നെ 200 ഗ്രാം ശർക്കരയും അതുപോലെ തന്നെ 15 അല്ലി ചുവന്ന ചക്കപ്പഴമാണ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ചെമ്പരത്തി ചക്കപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 3 ഏലക്കായും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒരുമിച്ചൊന്ന് മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ചക്കപ്പഴം എടുക്കുമ്പോൾ അതിൻ്റെ കുരുവും ആ കുരുവിൻ്റെ പുറമെ ഒരു തോടുമുണ്ട്, അതും കൂടി കളഞ്ഞിട്ട് വേണം എടുക്കാൻ. ഇതിൽ ഈ കുരുവിൻ്റെ ചുറ്റും ഒരു പാടയുണ്ട്, അത് നീക്കം ചെയ്തിട്ടാണ് ഈ ചക്കപ്പഴം ഇതിലേക്ക് ചേർക്കേണ്ടത്. ഇത് അരയ്ക്കാനായിട്ട് സെപ്പറേറ്റ് പരിപാടിയൊന്നുമില്ല, ഒരുമിച്ചിട്ട് അങ്ങ് അരച്ചാൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി ഉണ്ണിയപ്പത്തിൻ്റെ തട്ട് സ്റ്റൗവിലേക്ക് വെച്ച് സ്റ്റൗവിൽ മീഡിയം ഫ്ലെയിമിൽ തീ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച ഉടനെ തന്നെ ഉണ്ണിയപ്പത്തട്ടിലെ കുഴികൾ നിറയാൻ കണക്കിന് മാത്രം വെളിച്ചെണ്ണ ഒഴിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഉണ്ണിയപ്പത്തട്ടിലെ കുഴികളിൽ മാവ് ഒഴിക്കുമ്പോൾ എണ്ണ നിറഞ്ഞു കളയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉണ്ണിയപ്പത്തട്ടിൽ മാവ് ഒഴിക്കുമ്പോൾ ഈ കുഴിയുടെ ഏകദേശം 1/4 ഭാഗം വരെ മാത്രമേ മാവ് ഒഴിക്കാവൂ. അതുപോലെ തന്നെ മാവ് ഒഴിക്കുമ്പോൾ ഒഴിക്കുന്ന തവി കുറച്ച് താഴ്ത്തി വേണം ഒഴിക്കാൻ. അതായത് എണ്ണയിൽ തട്ടാൻ പാടില്ല, എണ്ണയിൽ തട്ടാതെ കുറച്ച് മേളിൽ വെച്ച് ഒഴിക്കണം. തീരെ മേളിലായി പോയാൽ എണ്ണ തെറിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എണ്ണയിൽ തട്ടാത്ത രീതിയിൽ കുറച്ച് താഴ്ത്തി വെച്ച് വേണം തവിയിൽ നിന്ന് മാവ് ഉണ്ണിയപ്പത്തട്ടിലേക്ക് ഒഴിക്കാനായിട്ട്. ഉണ്ണിയപ്പത്തട്ടിൻ്റെ എല്ലാ കുഴിയിലും മാവൊഴിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പപ്പടം കുത്തി വെച്ചിട്ട് ഇതൊന്ന് മറിച്ചിടണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു സൈഡ് കരിഞ്ഞു പോവും, മറ്റേ സൈഡ് വേവത്തില്ല. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ ഇതുപോലെ ഒരു പപ്പടം കുത്തി വെച്ചിട്ട് ഇതൊന്ന് മറിച്ചിടണം. ഇത് ഒരെണ്ണം മറിക്കുന്ന സമയത്ത് അത് മറിഞ്ഞില്ല എന്ന് വെച്ചിട്ട് അത് തന്നെ മറിച്ചുകൊണ്ട് നിൽക്കാതെ അടുത്തുള്ളതെല്ലാം മറിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അതിലേക്ക് മറിച്ച് ഇടുന്നതായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളത് കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ നേരെ നിൽക്കാത്തതുകൊണ്ടാണ് അമ്മ തന്നെ ഇതെടുത്ത് മറിച്ചിടുന്നത്. അതുപോലെ തന്നെ ഉണ്ണിയപ്പം ഇത് എണ്ണയിലിട്ട് വേവിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് നീങ്ങി നിൽക്കണം. എന്ന് വെച്ചാൽ എണ്ണ തെറിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് നീങ്ങി നിന്നൊക്കെ വേണം ഇത് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഉണ്ണിയപ്പം എല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തവിയോ പപ്പടം കുത്തിയോ വെച്ചിട്ട് ഉണ്ണിയപ്പത്തിനെ ഉണ്ണിയപ്പച്ചട്ടിയിൽ നിന്ന് മാറ്റണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഉണ്ണിയപ്പം ഓവറായിട്ട് മൂത്ത് കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ ഒരു പപ്പടം കുത്തി വെച്ചിട്ടാണെങ്കിൽ നമുക്ക് എളുപ്പം ഇത് എടുക്കാൻ പറ്റും. ഇതുപോലെ ഒരു ബട്ടർ പേപ്പറിലാണ് ഈ ഉണ്ണിയപ്പമൊക്കെ എടുത്ത് വയ്ക്കുന്നതെങ്കിൽ ഉണ്ണിയപ്പത്തിലുള്ള ഓവറായിട്ടുള്ള എണ്ണയൊക്കെ ബട്ടർ പേപ്പറിൽ പിടിച്ചോളും. ഇത് മറിച്ചിട്ടാൽ മാത്രം പോരാ, അതുപോലെ തന്നെ ഇത് തിരിച്ച് നൂത്തിട്ടും നന്നായിട്ട് വേവിക്കണം. എങ്കിലേ ഉണ്ണിയപ്പം മുഴുവനായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഇത് ഒരു മീഡിയം ഫ്ലെയിമിലാണ് തീ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പുറമേ കരിഞ്ഞിട്ട് അകം വേവാതിരിക്കും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലാണ് തീ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടത്. ഇതാ കണ്ടില്ലേ, ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതൊന്ന് മുറിച്ച് നോക്കാം. ഇതാണല്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സഹായിക്കുക.